Next one is discipline. Discipline, when the problems with employees may arise from time to time, even in best managed organization. Occasionally, management may force to take disciplinary actions against employees or deal with their grievances once the ways of preventing problems is exhausted. So, disciplinary and grievance procedure should be an aid to the good management in resolving issues. So, discipline refers that to a condition in the organization where employee conducts themselves in accordance with the organization's rules and standards of acceptable behavior. According to Richard, discipline may be considered as the force that prompts individuals or groups to observe rules, regulations, standards, and procedures deemed necessary for an organization. So, Richard D. Calhoun defines discipline as ഓരോരോ ഇൻഡിവിജ്വൽസ്, അതെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ആ കമ്പനീസിലത്തെ അല്ലെങ്കിൽ എവിടുത്തെ ആണെങ്കിലും റൂൾസും റെഗുലേഷൻസും സ്റ്റാൻഡേർഡ്സും അതെല്ലാം മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ ഡിസിപ്ലിൻ റെഫേഴ്സ് ടു ആക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ ഓൺ ഇറ്റ്സ് എംപ്ലോയീസ് ഫോർ ഫെയിലിയർ ടു ഫോളോ ദ organizational rules, standards and policies. So disciplined employee will be organized and an organized employee will be disciplined always. So discipline means systematically conducting the business by the organizational members who strictly adhere to the essential rules and regulations. അപ്പോൾ നമുക്കറിയാം ഡിസിപ്ലിൻഡ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെയാണ് പോവുക. അതേപോലെ തന്നെ ഓർഗനൈസ്ഡ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡിസിപ്ലിൻഡുമാണ്, അല്ലേ? അപ്പോൾ എംപ്ലോയി ബിഹേവിയർ ഈസ് ദ ബേസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ ഡിസിപ്ലിൻ ഇംപ്ലൈസ് കൺഫേമിങ് വിത്ത് ദ കോഡ് ഓഫ് കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലൂടെ തന്നെയാണ് ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി ഇതെല്ലാം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഓൾസോ എൻകറേജ് ഹാർമണി ആൻഡ് കോർപ്പറേഷൻ എമംഗ് ദ എംപ്ലോയീസ് ആസ് വെൽ ആസ് ദേ ആക്ട് ആസ് എ morale booster for the employees. So discipline implies obedience, orderliness and maintenance for proper subordination among the employees. Then work recognition, fair and equitable treatment of employees, then appropriate salary structure, effective grievance handling and job security all contribute the organizational discipline. Let's go through the causes of discipline. So causes of discipline means it is not possible to provide a complete list of misconduct that might lead to the disciplinary action. Then too, we can discuss some of the common incidents of misconduct in the organization, and they are absence, then discrimination and bullying and harassment, then health and safety, personal appearance, prohibited activities, then smoking, work standards, timekeeping, use of company facilities and equipment. So here common incidents are ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾ ലീവ് ആകുന്നത്, നമ്മൾ ആബ്സെൻറ്റിസം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദ എംപ്ലോയീസ് ആബ്സെൻറ്റ് ഇൻ ദെയർ ജോബ് ഓർ വർക്ക് പ്ലേസ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് നമ്മളൊരു ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലീവ് നമ്മൾക്ക് ആബ്സെൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഡിസ്ക്രിമിനേഷൻ ഓർ ബുള്ളിങ് ആൻഡ് ഹറാസ്മെൻറ്റ്.
ഇപ്പോൾ നമ്മൾ നല്ലൊരു ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുകയാണ്, ഇപ്പോൾ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നു, അതല്ലെങ്കിൽ കോവർക്കേഴ്സ് തമ്മിലുള്ള ബുള്ളിങ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ്. സോ ഇങ്ങനെയുള്ള മിസ്കണ്ടക്റ്റുകൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിപ്ലിൻ എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മീൻസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷനിലെ പലതരം വർക്ക്സ് ഉണ്ടായിരിക്കും, പല ജോബ് ഉണ്ടായിരിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ആൻഡ് എംപ്ലോയീസിൻ്റെ ഹെൽത്തിനെയും സേഫ്റ്റിനെയും നോക്കാതെയാണ് വർക്കുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. സൂപ്പർവൈസേഴ്സും പിന്നെ അവരുടെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ എടുക്കാം. ഇപ്പോൾ പ്രൊഡക്ഷനിലോ അതല്ലെങ്കിൽ മെഷീനറീസിൽ ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഷീനറി വെച്ചിട്ടുള്ള വർക്കിൽ അവർ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അത് നോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് പറയുന്നത് എംപ്ലോയീസ് അത് പ്രോപ്പറായിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ എടുക്കാം. ദെൻ പേഴ്സണൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ജോബിന് വരുന്നത്. അതെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് കെയർ കൊടുക്കാതെ വരുന്ന സമയത്ത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ റൂൾസ് അനുസരിച്ച് നമ്മൾ അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, സ്മോക്കിംഗ്. ദെൻ വർക്ക് സ്റ്റാൻഡേർഡ്സ്. സ്മോക്കിംഗ് നമ്മൾക്കറിയാം, സ്മോക്കിംഗ് ഒക്കെ നമ്മൾ പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വർക്ക് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ പോളിസീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ആ വർക്ക് സ്റ്റാൻഡേർഡ്സ് ഒന്നും ഫോളോ ചെയ്യാതെ വരുന്ന സമയത്ത്, അതേപോലെ തന്നെ ടൈമും പ്രോപ്പറായിട്ട് അവർ നോക്കുന്നില്ല, ലേറ്റ് കമ്മിങ് ആൻഡ് ഏർലി ഗോയിങ്, അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ ഡിസിപ്ലിനറി. ദെൻ നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് കമ്പനി ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെൻറ്റ്. സോ പ്രോപ്പറായി ഉള്ള ഒരു മെത്തേഡിലെല്ലാം നമ്മൾ കമ്പനിയുടെ ഫെസിലിറ്റീസും എക്യുപ്മെൻറ്റ്സും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്കണ്ടക്റ്റുകളെല്ലാം ഇത് കോമൺ ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ എടുക്കുന്നത്, ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാനുള്ള റീസൺസ് ആണ്, കോസസ് ഓഫ് ഡിസിപ്ലിനാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, അതിൽ തന്നെ കുറച്ച് കോമൺ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട്. കൂടുതലും ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഗ്രോസ് മിസ്കണ്ടക്റ്റ് എന്ന് പറയും. ദാറ്റ് മീൻസ് എ സെറ്റ് ഓഫ് ബിഹേവിയർ വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് ഗ്രോസ് മിസ്കണ്ടക്റ്റ്, അതായത് കോഡ് ഓഫ് ഡിസിപ്ലിനിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദേ ആർ ബുള്ളിയിങ്, ഡ്രങ്ക്നെസ്, ദെൻ ഡ്രങ്ക് അബ്യൂസ്, ഫൈറ്റിംഗ് അറ്റ് വർക്ക്, ഫ്രോഡ്, ദെൻ insubordination, serious breaches of health and safety, theft, willful damaged property. നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ബുള്ളിയിങ്ങും അതേപോലെ തന്നെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും ആൽക്കഹോളിക് കൺസ്യൂം ചെയ്യുന്നതും ഓർഗനൈസേഷനിലിരുന്ന് ഫൈറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ചെയ്യുന്നതും. സബോർഡിനേഷൻ, നെഗ്ലെക്റ്റ് ചെയ്യുക എംപ്ലോയീസ്, നമ്മൾ പറയുന്ന ഐഡിയാസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സജഷൻസ്, റെക്കമെൻഡേഷൻസ് അതൊന്നും അക്സെപ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും നെഗ്ലെക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ദെൻ സീരിയസ് ബ്രീച്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓൾറെഡി ഡിസ്കസ്ഡ്. ദെൻ തെഫ്റ്റ്, ദെൻ വിൽഫുൾ ഡാമേജ് ടു പ്രോപ്പർട്ടി നമ്മൾക്ക് വേണമെന്ന് വെച്ചിട്ട് തന്നെ അതിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഷീൻസ് ആയിക്കോട്ടെ അതെല്ലാം നശിപ്പിക്കുക, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മീൻസ് ദിസ് ഓൾ കംസ് ഇൻ കോസസ് ഓഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്കണ്ടക്റ്റുകൾ വരുന്ന സമയത്താണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നത്. സോ ദീസ് ആർ ദ കോസസ് ഓഫ് ഡിസിപ്ലിൻ.